ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മന്നൂസ് വേൾഡ്. അപ്പോൾ ഇന്നത്തേത് നമ്മുടെ സംക്രാന്തിയുടെ അന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മിക്കവാറും ഇത് നെക്സ്റ്റ് ഡേ ആയിരിക്കും വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി പൊങ്കൽ. എല്ലാവരും നല്ല രീതിയിൽ ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഈ വട്ടം വിളക്കൊക്കെ പറ്റിച്ചു. അപ്പോൾ ഈ വട്ടം എന്തോ മനസ്സിനകത്ത് പൊങ്കലിടണമെന്നൊരാഗ്രഹം തോന്നി. അങ്ങനെ ഞാൻ തലേന്നും ഞാനും മോളും കൂടെ പോയി കലമൊക്കെ മേടിച്ചിട്ട് വന്നു. അപ്പം വീട്ടിൽ തന്നെ അത് ചെയ്യാൻ പറ്റും. നമുക്ക് അപ്പാർട്ട്മെൻറ്റിലായത് കാരണം നമുക്ക് പുറത്ത് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അതെല്ലാം മേടിച്ചു. അപ്പം ഞാൻ എന്നാൽ കഴിയുന്ന ഡെക്കറേഷൻ വർക്കൊക്കെ ചെയ്യുകയാണ് ആ കാലത്തിൽ. അങ്ങനെ കുറച്ച് ചന്ദനവും കുങ്കുമവും എല്ലാം വെച്ചിട്ട് അതെല്ലാം ഡെക്കറേഷൻ ചെയ്തു. അപ്പോൾ ആരൊക്കെ ഇന്ന് പൊങ്കലിട്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഇവിടെ അവധിയാണ് കേട്ടോ. 10 ദിവസത്തെ ലീവ് ഉണ്ടായിരുന്നു. പക്ഷെ നാട്ടിലേക്ക് വരാൻ പറ്റിയില്ല. ഞങ്ങൾ ടിക്കറ്റൊന്നും കിട്ടിയില്ല. പിന്നെ സ്കൂൾ ക്ലോസിങ് ഡേറ്റ് ഒന്നും കൺഫേം അല്ലാത്തത് കൊണ്ട് ഞങ്ങൾ വന്നില്ല. അപ്പോൾ വീട്ടിൽ തന്നെ. അപ്പം ഞങ്ങളുടെ ഫസ്റ്റ് പൊങ്കൽ ഞാൻ അതിലേക്ക് ആദ്യം കുറച്ച് വെള്ളമാണ് കേട്ടോ ഒഴിച്ചത്. പാലെങ്ങാനും പിരിഞ്ഞാലോ എന്ന്. അപ്പോൾ പാലൊഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി പാല് തിളച്ച് തൂകണം. അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പം സ്റ്റീൽ പാത്രം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു പെട്ടെന്ന് തന്നെ അത് നടന്നു കേട്ടോ. അപ്പം മനസ്സിന് നല്ലൊരു സന്തോഷം കേട്ടോ. നല്ല എന്താ പറയുക, നല്ല സന്തോഷം തോന്നി. എൻ്റെ അയ്യപ്പന് വേണ്ടിയിട്ട് ഇട്ട പൊങ്കാലയായതുകൊണ്ട് ഒരു പ്രത്യേക സന്തോഷം തോന്നി. അപ്പം തിളച്ച് വന്നതിന് ശേഷമല്ലേ നമുക്ക് സ്പൂണൊക്കെ ഇടാൻ പറ്റൂ. അങ്ങനെ സ്പൂണൊക്കെ ഇട്ട് ഇളക്കിയിട്ട് നേരത്തെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അരിയും പിന്നെ കുറച്ച് പരിപ്പും. അത് പൊങ്കലിൻ്റെ കുറേ വീഡിയോസ് ഞാൻ കണ്ടപ്പോൾ അങ്ങനെയാണ് ഇടുന്നതെന്ന് കണ്ടു. അപ്പം അതേപോലെ അപ്പം ഞാനിവിടെ ബിരിയാണി റൈസ് ടൈപ്പ് ഒരു അരിയാണ് എടുത്തത് കേട്ടോ. കുറച്ചേ എടുത്തോളൂ, ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓൾറെഡി ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നന്ദമോളെ കൊണ്ടാണ് പൊങ്കലിന് അതിനകത്ത് 3 പ്രാവശ്യം ഇടിയിപ്പിച്ചു. അപ്പം 3 പ്രാവശ്യം ഇടാനുള്ള അരിയേ ഉള്ളായിരുന്നു. ഒരു അര ഗ്ലാസ് അരി എടുത്തിട്ടുള്ളായിരുന്നു. അരി കുറച്ചൊന്ന് വെന്തതിന് ശേഷം അതിലേക്ക് ശർക്കരയും തേങ്ങയും പിന്നെ നട്ട്സും ഇട്ട് ലാസ്റ്റ് കുറച്ച് നെയ്യ് ഒഴിച്ച് അപ്പം നമ്മുടെ പൊങ്കൽ ഇന്ന് റെഡിയായി.